വൈദ്യുതിക്ക് നമുക്കറിയാം പ്രകൃതിക്ഷോഭത്തിൻ്റെ റിസൾട്ടായിട്ട് കാർഷിക മേഖലയിൽ തകർച്ചയുണ്ടായി. PWD റോഡുകൾ, പാലങ്ങൾ തകർന്നിട്ടുണ്ട്. വൈദ്യുതിയും നമ്മളൊരു ഏകദേശ കണക്കനുസരിച്ച് 25 കോടി രൂപയിലധികം നഷ്ടം വരുന്ന രൂപത്തിൽ നമ്മളെ പോസ്റ്റ്, ട്രാൻസ്ഫോമറുകൾ, ലൈനുകൾ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് 90% അതെല്ലാം റെക്ടിഫൈ ചെയ്ത് ജനങ്ങൾക്ക് സപ്ലൈ കൊടുക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലും കണ്ണൂർ ജില്ലയിലുമാണ് ഏറ്റവും നാശനഷ്ടങ്ങളുണ്ടായത്. പത്തനംതിട്ട ജില്ലയുടെ ചാർജുള്ള PC വിഷ്ണുനാഥ് മന്ത്രിയും ഞാനും കൂടി പങ്കെടുത്ത്, വിഷ്ണുനാഥ് നേരിട്ട് ഞാൻ ഓൺലൈനായിട്ട് 2 മീറ്റിംഗ് നടത്തി. അതുപോലെ കണ്ണൂരിൻ്റെയും ഇരിക്കൂർ MLAയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ മീറ്റിംഗ് നടത്തി. കുറേ കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ബോർഡ് ചെയർമാനും എല്ലാവരും കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫീൽഡിലുള്ള സ്റ്റാഫ് പോലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് തടസ്സങ്ങൾ വന്ന സ്ഥലങ്ങളെല്ലാം ശക്തമായിട്ട് പരിഹാര നടപടികളായിട്ട് പോകും. ഇപ്പോൾ നമുക്ക് ഈ ആവശ്യത്തിൽ കൂടുതൽ വൈദ്യുതി കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് ഉപയോഗത്തിൽ വേണ്ടി വരികയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ അല്ല, അതിന്റെ കാരണം അതിന്റെ ആവശ്യത്തിലധികമല്ല. വൈദ്യുതി ഉപയോഗം കൂടുന്നതിന്റെ കാരണം ഒന്ന്, മഴ കുറയുമ്പോൾ ചൂട് കൂടും. മഴ കുറയുന്നതിന്റെ 2 ഘടകമാണ്. ഒന്ന്, വൈദ്യുതി ഉൽപ്പാദനം കുറയും. വെള്ളം കുറയുമ്പോൾ ഉൽപ്പാദനം കുറയും. മഴ കുറയുമ്പോൾ, തണുപ്പ് കുറയുമ്പോൾ ചൂട് കൂടും. അപ്പോൾ ഉപയോഗം കൂടും. പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് വന്നു. ഗൾഫിലെ യുദ്ധ കാലാവസ്ഥ കൊണ്ടുവരുന്ന വിഷയം എന്ന് വെച്ചാൽ ഗ്യാസിന്റെ സപ്ലൈ കുറയുന്നതുകൊണ്ട് കുക്കിങ്ങിന് പോലും ആളുകൾ കൂടുതലായിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്നു. കൂടുതൽ സ്ഥാപനങ്ങൾ, വീടുകൾ വരുന്നു. വൈദ്യുതിയുടെ ഉപയോഗം കൂടുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ ഏതാണ്ട് 1000 മെഗാവാട്ട് വൈദ്യുതി ഈ വർഷം ഉപയോഗത്തിൽ കൂടുതൽ വരികയാണ്. ഉൽപ്പാദനത്തിൽ വലിയ വർധനം ഉണ്ടാകുന്നില്ല. പിന്നെ നമ്മൾ സോളാറാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. സോളാർ ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് അതിനെ രാത്രി കാലങ്ങളിലേക്ക് പ്രിസർവ് ചെയ്യാനുള്ള സംവിധാനമില്ല. അതിനാണ് ബാറ്ററി എനർജി സ്റ്റോറേജ്. ആ സ്കീമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കീമായിട്ട് നമ്മളെ പ്രശ്ന പരിഹാരത്തിന് സഹായിക്കുന്നത്. അത് എത്രയും വേഗത്തിൽ നടപ്പിലാക്കുന്നതിനുള്ള നടപടികളുമായിട്ടാണ് ഗവൺമെൻറ് പോകുന്നത്. ആ കാര്യത്തിലും അതുപോലെ ഫ്ലോട്ടിംഗ് സോളാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്രമന്ത്രിയെ കണ്ട് കേന്ദ്രത്തിൻ്റെ സഹായം കൂടി അഭ്യർത്ഥിക്കാനാണ് ഇന്നത്തെ സന്ദർശനം. വകുപ്പുമായി മുന്നോട്ട് പോകാൻ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ട്? ഇരട്ടക്കുരിശ് എന്ന ഒരു പ്രസ്താവന